ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 8th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ചാപ്റ്റർ 1, റിസോഴ്സസ്. Mona and Raju were helping Amma to clean their house. Looking at all these things, clothes, utensils, food grains, combs, this bottle of honey, books, each of these has a use, said Mona. That is why they are important, said Amma. These are resources. അപ്പോൾ ഇവിടെ രണ്ട് കുട്ടികൾ അവരുടെ അമ്മേനെ വീട് ക്ലീൻ ചെയ്യാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ധാരാളം വസ്തുക്കൾ വീട്ടിലുള്ളതായിട്ട് കണ്ടു. എന്തൊക്കെയായിരുന്നു? ക്ലോത്ത്സ് ഉണ്ട്, യൂട്ടൻസിൽസ്, ഫുഡ് ഗ്രെയിൻസ്, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ. നമുക്കറിയാം ഒരു വീടാകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഓരോ വസ്തുക്കളും ഇവരിങ്ങനെ ശ്രദ്ധിച്ചു. എന്നിട്ട് ആ കുട്ടി പറയുകയാണ് ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ള യൂസ് ഉണ്ടെന്ന്, അല്ലേ? ഇപ്പോൾ ക്ലോത്ത്സിൻ്റെ യൂസ് അല്ല ഫുഡ് ഗ്രെയിൻസിനുള്ളതല്ലേ. അപ്പോൾ ഓരോരോ വസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ള യൂസ് ഉണ്ടെന്ന് ആ കുട്ടി അവിടെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത്, അല്ലേ? അപ്പോൾ ഓരോ സാധനങ്ങളും നമുക്ക് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ളതാണ്. അതായത് അതിൻ്റേതായിട്ടുള്ള യൂസസ് നമുക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓരോ വസ്തുക്കളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റിസോഴ്സസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ റിസോഴ്സ് വാസ് രാജുസ് ക്വസ്റ്റ്യൻ ടു അമ്മ. അപ്പോൾ റിസോഴ്സ് എന്നുള്ള ഒരു വാക്ക് ഇവിടെ അമ്മ യൂസ് ചെയ്തല്ലേ. അപ്പം എന്താണ് റിസോഴ്സ് എന്നാണ് മറ്റു കുട്ടി ഈ അമ്മേനോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് റിസോഴ്സ് എന്നുള്ളത്. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ എ നീഡ് ഈസ് എ റിസോഴ്സ്, റിപ്ലൈഡ് അമ്മ. അപ്പം എന്തുമായിക്കോട്ടെ, ഒരു വസ്തുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ ആയിക്കോട്ടെ, നമ്മുടെ ഒരു നീഡിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ റിസോഴ്സ് എന്ന് പറയുന്നത്. Look around you and observe. You will be able to identify many types of resources. നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ ധാരാളം വസ്തുക്കൾ കാണാനായിട്ട് സാധിക്കും, അല്ലേ? ഈ വസ്തുക്കൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള യൂസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും നമ്മൾ ഈ വസ്തുക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം റിസോഴ്സസ് ആണ്, അല്ലേ? The water you drink when you are thirsty, the electricity you use in your house, the rickshaw you use to get home from school, the textbook you use to study are all റിസോഴ്സസ്. അപ്പോൾ ഈ പറയുന്നതെല്ലാം റിസോഴ്സസ് ആണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം, നമുക്ക് ദാഹിക്കുമ്പോഴാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്, അല്ലേ? അപ്പം ആ ഒരു വെള്ളം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഈ നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി, റിക്ഷ, ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെ എന്ത് വസ്തു എടുത്താലും അതിന് അതിൻ്റേതായിട്ടുള്ള യൂസസ് ഉണ്ട്. അപ്പോൾ ഈ യൂസസ് ഒക്കെ കണ്ട് തന്നെ ഇത് നമുക്ക് ഇമ്പോർട്ടൻറ്റുമാണ്. ഇതിനെയൊക്കെ നമ്മൾ റിസോഴ്സസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്, തൃപ്തിപ്പെടുത്താനായിട്ട് ഈ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ റിസോഴ്സ് എന്നാണ് പറയുന്നത്. Your father has prepared a tasty snack for you. The fresh vegetables he has used are also a resource. അപ്പോൾ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നത് ധാരാളം വെജിറ്റബിൾസ്, അങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ ആ വെജിറ്റബിൾസ് എന്ന് പറയുന്നതും റിസോഴ്സ് തന്നെയാണ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റൊരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് വസ്തുക്കളായിക്കോട്ടെ, അങ്ങനെ എന്ത് കാര്യങ്ങൾ എടുത്താലും ഇതൊക്കെ നമുക്ക് വളരെയധികം ആവശ്യമുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസും ഉണ്ട്. ഇതിനെയൊക്കെ നമ്മൾ റിസോഴ്സ് എന്നും പറയും. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ വാട്ട് ഈസ് എ റിസോഴ്സ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ എ നീഡ് ഈസ് എ റിസോഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് റിസോഴ്സ്? എനിത്തിങ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ എ നീഡ് ഈസ് എ റിസോഴ്സ്. അപ്പോൾ ആ സെൻറ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. Water, electricity, rickshaw, vegetable and textbook have something in common. They have all been used by you, so they have utility. Utility or usability is what makes an object or substance a resource. അപ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പല സാധനങ്ങൾ, വാട്ടർ ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, അങ്ങനെ പല സാധനങ്ങൾക്കും എന്തോ ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം കോമൺ ആയിട്ടുണ്ട്. എന്താണത്? നമ്മൾ ഇതിനെയെല്ലാം യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു യൂസബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ഏതൊരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസോഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുകയാണ്, അതായത് അതിൻ്റെ യൂട്ടിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ യൂസബിലിറ്റി ഉണ്ട്. എന്ത് റിസോഴ്സ് ആയിക്കോട്ടെ അതിനൊരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂസബിലിറ്റി ഉണ്ട്. എന്താണ് ഈ യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂസബിലിറ്റി എന്ന് പറയുന്നത്? ഉപയോഗക്ഷമത. അപ്പോൾ ഏതൊരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ, ഏതൊരു റിസോഴ്സ് ആണെങ്കിലും അതിനൊരു ഉപയോഗക്ഷമതയുണ്ട് അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂസബിലിറ്റി ഉണ്ടെന്നാണ് ഇവിടെ
പറയുന്നത്. അപ്പം റിസോഴ്സ് എന്ന് പറയുന്നത് ഓരോരോ സാധനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള യൂസ് അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് ഉള്ളത് അല്ലേ. അപ്പം ഈ എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള യൂട്ടിലിറ്റിയും യൂസബിലിറ്റിയും ഉണ്ട്. How does something become a resource? Raju now wanted to know. Amma told the children that things become resources only when they have a value. അപ്പോൾ എങ്ങനെയാണ് ഓരോ വസ്തുക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം റിസോഴ്സായി മാറുന്നത്? അതാണിപ്പം രാജുവിൻ്റെ സംശയം. അമ്മ പറയുകയാണ്, ഏതൊരു സാധനം റിസോഴ്സ് ആവണമെങ്കിലും അതിനൊരു വാല്യൂ വേണം. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂല്യം അല്ലേ. അപ്പോൾ എന്തൊരു വസ്തുവിനും അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ടെങ്കിൽ മാത്രമേ അതൊരു റിസോഴ്സായി മാറത്തുള്ളൂ. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു, യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂസബിലിറ്റി ഉള്ള വസ്തുക്കളാണ് നമ്മൾ റിസോഴ്സായിട്ട് കണക്കാക്കുന്നത് അല്ലേ. എന്തെങ്കിലും ഒരു ഉപയോഗക്ഷമത ഉള്ള വസ്തുവിനെ മാത്രമേ നമ്മൾ റിസോഴ്സായിട്ട് എടുക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ യൂസ് ചെയ്യുന്ന വസ്തുക്കൾക്ക് ഒക്കെ ഒരു വാല്യൂ വേണം, എങ്കിൽ മാത്രമേ അത് റിസോഴ്സ് ആവുകയുള്ളൂ. Its use or utility gives it a value. All resources have some value, said അമ്മ. അപ്പോൾ ഏതൊരു വസ്തുവാണെങ്കിലും അതിൻ്റെ യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു യൂട്ടിലിറ്റിയാണ് അതിനൊരു വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും ഉപയോഗം കാരണമാണ് അതിനൊരു മൂല്യം ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാ റിസോഴ്സസിനും അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്, അതായത് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. വാല്യൂ മീൻസ് വേർത്ത്. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർത്ത് എന്ന് പറഞ്ഞാൽ വില അല്ലേ. നമുക്കറിയാവുന്ന കാര്യമാണ് വാല്യൂ എന്ന് പറഞ്ഞാൽ വേർത്താണ്. സം റിസോഴ്സസ് ഹാവ് എക്കണോമിക് വാല്യൂ, സം ഡു നോട്ട്. ചില റിസോഴ്സിന് സാമ്പത്തിക മൂല്യമുണ്ട്, എക്കണോമിക് വാല്യൂ ഉണ്ട്, പക്ഷേ ചിലതിന് അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ, മെറ്റൽസ് മേ ഹാവ് ആൻ എക്കണോമിക് വാല്യൂ, എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് മേ നോട്ട്. ഇപ്പം മെറ്റൽസിനൊക്കെ ഒരു എക്കണോമിക് വാല്യൂ ആണുള്ളത്, പക്ഷേ ലാൻഡ്സ്കേപ്പിന്, ഭൂമിക്കൊന്നും അത്ര എക്കണോമിക് വാല്യൂ അല്ല ഉള്ളത്. ബട്ട് ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും, മെറ്റൽസ് ആയിക്കോട്ടെ ലാൻഡ്സ്കേപ്പ് ആയിക്കോട്ടെ, ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ രണ്ട് സാധനങ്ങളെ അല്ലേ. അപ്പം നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് ഇത് രണ്ടും വേണം. ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ചില റിസോഴ്സിന് മാത്രമേ എക്കണോമിക് വാല്യൂ ഉള്ളൂ. സം റിസോഴ്സസ് ക്യാൻ ബിക്കം എക്കണോമിക്കലി വാല്യബിൾ വിത്ത് ടൈം. ചില വസ്തുക്കളാണെങ്കിൽ അല്ലെങ്കിൽ ചില റിസോഴ്സസ് എക്കണോമിക്കലി വാല്യബിൾ ആവും അതിൻ്റേതായിട്ടുള്ള സമയം ചെല്ലും തോറും. Your grandmother's home remedies have no commercial value today, but if they are patented and sold by a medical firm tomorrow, they could become economically valuable. ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും മുത്തശ്ശിമാരൊക്കെ ഓരോരോ ഹോം റെമഡീസ് തരും അല്ലേ. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ കടിക്കുകയാണെങ്കിൽ നമ്മൾ മഞ്ഞൾ അരച്ച് തേക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു ഹോം റെമഡിയാണ്. ഇതൊക്കെ നമ്മുടെ മുത്തശ്ശന്മാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അതിനൊരു എക്കണോമിക് വാല്യൂ ഒന്നും ഇല്ല. എന്നാൽ പിന്നീട് എന്തെങ്കിലും ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫേം ഇതിനെ പേറ്റൻറ്റ് നൽകിക്കൊണ്ട് ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹോം റെമഡീനെ അവർ വിറ്റഴിക്കുകയാണെങ്കിൽ അതിന് എക്കണോമിക്കൽ വാല്യൂ ഉണ്ടായി വരും അല്ലേ. അപ്പോൾ ഈ എക്കണോമിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വസ്തുവിന് ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു റിസോഴ്സിന് ഇല്ലായിരിക്കാം, എങ്കിൽ പോലും പിന്നീട് അത് വന്നെന്നും വരാം. ഓക്കെ, ഇനി നമുക്ക് ഗ്ലോസറിയിൽ പേറ്റൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പേറ്റൻറ്റ് എന്താണെന്ന് നോക്കാം. Patent. It means the exclusive right over any idea or invention. അപ്പോൾ പേറ്റൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക അവകാശമാണ്, എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ ഇൻവെൻഷന് കൊടുക്കുന്ന ഒരു പ്രത്യേക അവകാശത്തിനെയാണ് നമ്മൾ പേറ്റൻ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എന്ത് കണ്ടുപിടുത്തം നടത്തിയാലും അതിന് ആ കണ്ടുപിടിച്ച ആളുടെ പേരിലൊരു പേറ്റൻ്റ് ഉണ്ടെന്ന് അല്ലേ. അതായത് പിന്നീട് ആർക്കും ഈ ഒരു ഐഡിയ മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കത്തില്ല, കാരണം ഓൾറെഡി അത് ഒരാൾ കണ്ടുപിടിച്ചതാണ്, ആ ആളുടെ പേരിൽ പേറ്റൻ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ആശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നമ്മൾ നടത്തുകയാണെങ്കിൽ അതിന് മേൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു പ്രത്യേക അവകാശത്തിനെയാണ് നമ്മൾ പേറ്റൻ്റ് എന്ന് പറയുന്നത്. Time and technology are two important factors that can change substances into resources. അപ്പം ടൈമും ടെക്നോളജിയും രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സബ്സ്റ്റൻസിനെ റിസോഴ്സായിട്ട് മാറ്റാനായിട്ട്. ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമയം അല്ലേ. ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് ഗ്ലോസറിയിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ടെക്നോളജി, ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ലേറ്റസ്റ്റ് നോളജ് ആൻഡ് സ്കിൽ ഇൻ ഡൂയിങ് ഓർ മേക്കിംഗ് തിങ്സ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് നിർമ്മിക്കുന്നതിലുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ആ ഒരു അറിവ്, അതിൻ്റെ പ്രയോഗത്തിനെയാണ് നമ്മൾ ടെക്നോളജി എന്ന്
പറയുന്നത്. ഓക്കെ, അപ്പം ടൈമും ടെക്നോളജിയും എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിനെ റിസോഴ്സാക്കി മാറ്റാൻ സാധിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബോത്ത് ആർ റിലേറ്റഡ് ടു ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ ദംസെൽസ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ്. അപ്പം ഇത് രണ്ടും ആൾക്കാരുടെ ആവശ്യമനുസരിച്ചാണ്. ഇപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ടുള്ള ടെക്നോളജീസ് കൊണ്ടുവരികയാണെങ്കിൽ അത് മനുഷ്യർക്ക് ആവശ്യം അതിനനുസരിച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലേ. അല്ലാണ്ട് ആർക്കും ആവശ്യമില്ലാത്ത ടെക്നോളജീസ് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ ആൾക്കാരുടെ ആവശ്യം അനുസരിച്ചാണ് പുതിയ പുതിയ ടെക്നോളജീസൊക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ മനുഷ്യർ തന്നെ റിസോഴ്സാണ് അല്ലേ. എന്തെങ്കിലും സ്കിൽസ് അല്ലെങ്കിൽ നോളജ് യൂസ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസൊക്കെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ ഈ മനുഷ്യർ തന്നെ റിസോഴ്സാണ് അല്ലേ. ഈ നാച്ചുറലായിട്ടുള്ള റിസോഴ്സിനെ മറ്റെന്തെങ്കിലും സാധനമാക്കി മാറ്റാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനാണെങ്കിൽ പോലും ഈ മനുഷ്യർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യരെ നമ്മൾ റിസോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ അങ്ങോട്ട് ഇനി നമ്മൾ നാച്ചുറൽ റിസോഴ്സും ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സും ഹ്യൂമൻ റിസോഴ്സും ഒക്കെ പഠിക്കും. അപ്പം നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. It is their ideas, knowledge, inventions and discoveries that lead to the creation of more resources. അപ്പോൾ ധാരാളം പുതിയ റിസോഴ്സസ് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ മനുഷ്യരുടെ അവരുടെ ആശയങ്ങളും അവരുടെ അറിവുകളും അവരുടെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ കൊണ്ടാണ് അല്ലേ. അപ്പോൾ അവർ തന്നെയാണ് പുതിയ പുതിയ റിസോഴ്സസിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനുഷ്യർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് ആണെന്ന് പറയുന്നത്. Each discovery or invention leads to many others. The discovery of fire led to the practice of cooking and other processes, while the invention of the wheel ultimately resulted in development of newer modes of transport. അപ്പം ഓരോ ഡിസ്കവറീസ് അല്ലെങ്കിൽ ഇൻവെൻഷൻസ് കാരണം മറ്റെന്തെങ്കിലും പുതിയതായിട്ടുള്ള ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ഡിസ്കവറീസ് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫയർ ഡിസ്കവർ ചെയ്തത് കൊണ്ടാണ് കുക്കിംഗ് കൊണ്ടുവരാൻ സാധിച്ചത് അല്ലെങ്കിൽ കുക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രാക്ടീസിലേക്ക് നമ്മൾ എത്തിയത്. അതുപോലെ തന്നെ വീല് ഇൻവെൻറ്റ് ചെയ്തത് കൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത് അല്ലേ. അപ്പം എന്തൊരു കണ്ടുപിടുത്തമാണെങ്കിലും അത് മറ്റൊരു കണ്ടുപിടുത്തത്തിലേക്ക് വഴിതെളിക്കുന്നു എന്നാണ് പറയുന്നത്. The technology to create hydroelectricity has turned energy in fast flowing water into an important resource. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻവെൻഷനാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഈ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി വന്നതുകൊണ്ടാണ് വാട്ടറിൽ നിന്നുള്ള ആ ഒരു എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റീനെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം വാട്ടറും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാണ്ട് തന്നെ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. ഈ ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയുടെ ഇൻവെൻഷനിലൂടെ അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയിലൂടെ വാട്ടർ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആക്കി മാറ്റി അല്ലെങ്കിൽ ഒരു കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സാക്കി മാറ്റി. അപ്പോൾ എല്ലാവർക്കും റിസോഴ്സസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോസൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.